നല്ലൊരു ഗ്യാരണ്ടി ഉണ്ട്. അടിപൊളി മാസാണ് പടം. അടിപൊളി ഹിറ്റാണ്. ഒരു കുഴപ്പമില്ല. അടിപൊളി പടമാണ്. ചില പടം അങ്ങനെയുണ്ട്. ഫസ്റ്റ് ഹാഫ് കോമഡി മാസം അങ്ങനത്തെ രീതിയിലാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ 73 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങൊക്കെ കാണില്ല അമ്മാതിരി ഫീഡ് അതുപോലത്തെ വില്ലൻ നായൊരു കട്ട നീണ്ടിയുടെ വിളക്കേശം ഒരു വില്ലൻ ഇത്ര മാസമായിട്ട് നമ്മുടെ വൈശാഖിന്റെ എന്റെ പോലെ മുത്ത് മമ്മൂക്ക ഫാൻസ് സത്യം പറയില്ല. ഇങ്ങനെ 73 വയസ്സൊന്നും വിശ്വസിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞ രീതിയിൽ പറയാം. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ സെക്കൻഡ് ഹാഫ് എന്ത് ചെയ്യും? 4 ഫൈറ്റ് മമ്മൂക്ക തന്നെ പറയണത് തീരെ ാമത്തെ വയസ്സിൽ മമ്മൂക്ക കാണിക്കുന്ന ആക്ഷൻ ആദ്യം ഒന്നും പറയില്ല. എന്ത് പാടമെന്നറിയാം. വൈശാഖിന്റെ ഈ വൈശാഖി സംവിധാനം ചെയ്ത പടങ്ങൾ ഏറ്റവും ബെറ്റർ പടം, ഏറ്റവും സൂപ്പർ പടം. പുള്ളിക്കാരന്റെ മുന്നേ മോശന്റെ ആ ഒരു എല്ലാം തീർന്നു വിചാരിച്ചു അതേപോലെയാണ്. അതൊന്നും ആലോചിക്കേ വേണ്ട. വൈശാഖിനെ പറ്റി ഉള്ള ഇതിനു മുമ്പുള്ള ഒന്നും നോക്കിയേ വേണ്ട. ഇത് പൊളിച്ച് അടുക്കിയതോടെ പറയാൻ അടിപൊളിയായിട്ടുണ്ട്. മമ്മൂക്കയുടെ ആക്ഷൻ പൊളി, അതിന്റെ സ്റ്റോറി സ്ക്രിപ്റ്റ് എല്ലാം പൊളി. ഒരു രക്ഷയില്ല. മൊത്തം പടം പൊളി. റോഷാക്ക് മയക്കം ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ വ്യത്യസ്തതകൾ കൊണ്ട് മലയാളികളുടെ കണ്ണ് നിറപ്പിക്കുവാണ്. എത്ര വർഷം ഓടും? എത്ര നാളോടും? പടമായ മോൺസ്റ്റർ ഉണ്ട്. അതോടെല്ലാം തീർന്നെന്ന് വിചാരിച്ചതാ. അപ്പൊ അത് വൈശാഖ് വീണ്ടും തിരിച്ചു വന്നോ? ഇതിനകത്തൊക്കെ ഡ്രൈവിംഗ് സീൻ അത്യാവശ്യം ഉണ്ടാവും. അടിപൊളി. ഒരു രക്ഷയില്ലാത്ത ഡ്രൈവിംഗ്. നമ്മുടെ വില്ലൻ എങ്ങനെയാ? റിസപ്ഷൻ ഷെട്ടി എങ്ങനെയാ? നമ്മുടെ വില്ലൻ എങ്ങനെയാ? പക്ക